സാർ എഴുന്നേറ്റോ? എണീറ്റു. താൻ ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? മിത്ര മാഡത്തിനോട്. അവളെന്തിനാ ഇവിടെ വന്നേ? സാറിനെ കാണാൻ. എന്നെ കാണാനോ? സാറിന് സുഖമില്ലെന്ന് അറിഞ്ഞിട്ട് വന്നതാ. അവളെ എന്തിനാ ഇതിനകത്ത് കയറ്റിയത്? ഞാനല്ല, പത്മ മാഡാ കൂട്ടിക്കൊണ്ടുവന്നത്. ഓഹോ, പത്മാമയോടാണോ? അപ്പൊ റൂട്ട് മനസ്സിലായി. മിത്രയുടെ മനസ്സിൽ എന്നോട് പകയായിരിക്കുമല്ലോ. എന്നോട് പകയുള്ള എല്ലാവരോടും പത്മാമേടത്തിന് ഇഷ്ടമായിരിക്കുമല്ലോ. ആ ഇഷ്ടത്തിന്റെ പേരിൽ അതൊക്കെ സംഭവിച്ചത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? സാറിന്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ ഉറങ്ങുമ്പോഴോ? ആ. എന്നിട്ട് താൻ എന്താ എന്നെ വിളിക്കാതിരുന്നേ? വിളിക്കണ്ടെന്ന് മിത്ര മാഡം പറഞ്ഞു. ഞാൻ ഉറങ്ങുമ്പോ അവള് മാത്രമായിട്ട് എന്റെ മുറിയിൽ ഇരുന്നു അല്ലേ? അതിനെന്താ, രോഗിയെ കാണാൻ വരുന്നവരങ്ങനെയല്ലേ? ആരാ രോഗി? എനിക്ക് എന്താ അസുഖം പറ. സാർ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എനിക്ക് അവളെ ഇഷ്ടമല്ല. അവൾ ഈ വീട്ടിൽ വന്ന് കയറിയത് ശരിയായില്ല. അതിന് കാരണം ഉണ്ടാക്കിയവരോട് ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കും കേട്ടാ. സാർ നിൽക്ക്. ഈ വീട്ടിൽ വന്നിട്ട് മിത്ര മാഡം ആരോടും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. എന്തിന്? ഏറ്റവും കൂടുതൽ പക തോന്നേണ്ടത് എന്നോടല്ലേ? എന്നോട് എത്ര മാന്യമായിട്ടാ സംസാരിച്ചിട്ട് പോയത്. പിന്നെ അവരുടെ ഭാഗത്ത് എന്താ കുഴപ്പം? നന്ദിനി, അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാർ, എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മിത്ര മാഡത്തിന് സംഭവിച്ചത് എന്താ? വിവാഹം തീരുമാനിച്ച് കല്യാണ മണ്ഡപം വരെ എത്തി മനസ്സിലൊരു ജീവിതവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോ അവരുടെ കഴുത്തിലേക്ക് കൊണ്ടുപോയ താലി സാർ എന്റെ കഴുത്തിൽ കെട്ടി. എന്നിട്ട് അവരെന്താ സാറിന് എന്തേലും ചെയ്തോ? സാറിന്റെ കുടുംബത്തെ എന്തേലും ചെയ്തോ? ചെയ്യാൻ ശേഷിയില്ലാത്തവരാണോ? മുൻപ് മന്ത്രിയായിരുന്ന ആളല്ലേ മിത്ര മാഡത്തിന്റെ അച്ഛൻ? എന്നിട്ട് അവരെന്തേലും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. മുഴുവൻ കേൾക്കൂ സർ. സാറിന്റെ അനുജത്തി വേദയ്ക്കാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചെങ്കിൽ സാർ അടങ്ങി ഒതുങ്ങിയിരിക്കുമായിരുന്നോ? സാർ പകരം വീട്ടുമായിരുന്നില്ലേ? ആ കുടുംബത്തിനെ നശിപ്പിക്കാൻ നോക്കുമായിരുന്നില്ലേ? പറയൂ സർ. എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊരു കുഴപ്പക്കാരിയല്ല. അവരിവിടെ വന്നതും പോയതും വളരെ മാന്യമായിട്ടാ. എന്നോട് നല്ല രീതിയിൽ പെരുമാറിയ ഒരാളോട് നല്ല രീതിയിൽ പെരുമാറാൻ എനിക്കും അറിയാം. എനിക്ക് അവരുടെ കാര്യത്തിൽ നല്ല വിഷമമുണ്ട്. ഇവിടെ വന്നതിന്റെ പേരിലോ എന്നോട് സംസാരിച്ചതിന്റെ പേരിലോ സാർ ഒരു വഴക്കിനൊന്നും പോകണ്ട. അതങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ. നന്ദിനി, തന്റേതൊരു ശുദ്ധ മനസ്സാ. ചില കാര്യങ്ങളൊന്നും കണ്ടാൽ തനിക്ക് മനസ്സിലാവില്ല. പക്ഷേ ദേ, ഞാൻ ഉറപ്പിച്ചു പറയാം, അമ്മയാണ് അവളെ കൂട്ടിക്കൊണ്ട് വന്നതെങ്കിൽ അപമാന ഭാരമൊക്കെ മാറ്റിവെച്ച് അവൾ ഈ വീടിനകത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ സംതിങ് ബിഹൈൻഡ് ദാറ്റ്. അതിന്റെ പുറകിൽ എന്തോ ഉണ്ടെന്ന്. സർ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഓ ശരി ശരി ശരി, ഞാൻ അതങ്ങ് വിട്ടു. ഇപ്പൊ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതിനെന്താ മാർഗം? വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം, അല്ലാതെ ഇപ്പൊ എന്താ വേണ്ടേ? എടോ, തനിക്ക് എന്താ ഉണ്ടാക്കാൻ തോന്നുന്നു വെച്ചാൽ ഉണ്ടാക്കിക്കോ, ഞാൻ കഴിച്ചോളാം. അത് വേണ്ട. സാറിന് എന്താ ഇഷ്ടം? താൻ എന്തുണ്ടാക്കിയാലും അതിനൊരു രുചി ഉണ്ടാവുമല്ലോ. സോ ഞാനത് സന്തോഷത്തോടെ കഴിക്കും. നന്നായി വിശക്കുമ്പോ സാറിന് കാണാൻ നല്ല ഭംഗിയുണ്ട്, സംസാരം കേൾക്കാനും നല്ല രസമുണ്ട്. ഈ പെണ്ണുങ്ങളെ എന്തൊക്കെ കാര്യത്തിലാ ഭംഗി കണ്ടുപിടിക്കാന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. പോയി ഭക്ഷണം എടുത്തുവാ. എന്താ? പോയി ഭക്ഷണം കൊണ്ടുപോവാ നന്ദിനി. പോ ചെല്ല്. സത്യത്തിൽ വിശക്കുമ്പോ ഭംഗി കൂടുന്നുണ്ടോ? ഉണ്ട് സർ. ശരിക്കും നോക്കിക്കോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം.